ഈ ഒരു ചിത്രത്തിൽ സ്റ്റാർ ഡെൽറ്റ കൺട്രോൾ വയറിങ്ങിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഒന്ന് MPCB ആണ്, ഒന്ന് ഓവർലോഡ് റിലേ ആണ്, അത് രണ്ടും കൂടി കപ്പിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് മെയിൻ കോണ്ടാക്ടറാണ്, ഡെൽറ്റ കോണ്ടാക്ടറാണ്, സ്റ്റാർ കോണ്ടാക്ടറാണ്, ടൈമറാണ്. പിന്നെ മെയിൻ കോണ്ടാക്ടറിൻ്റെ മുകളിലും ഡെൽറ്റ കോണ്ടാക്ടറിൻ്റെ മുകളിലും സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ മുകളിലും ഒരു ഓക്സിലറി കോണ്ടാക്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമായ സപ്ലൈ ഒരു സിംഗിൾ ഫേസ് ആണ്. സിംഗിൾ ഫേസ് ഒരു ഫേസും ന്യൂട്രലും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ന്യൂട്രൽ എല്ലാ A2-ലോട്ടും കണക്ട് ചെയ്തതാണ് ചെയ്തിട്ടുള്ളത്. അതായത് ടൈമറിൻ്റെ A2-ലോട്ടും കോണ്ടാക്ടറിൻ്റെ A2-ലോട്ടും കോമൺ, അതായത് ന്യൂട്രൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ന്യൂട്രലെല്ലാം ആവശ്യമുള്ളിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ശേഷം ഫേസ് എടുത്ത് OLRൻ്റെ ഓവർലോഡ് റിലേയുടെ NC കോണ്ടാക്റ്റിലും NO കോണ്ടാക്റ്റിലും ഫേസ് കൊടുത്തിട്ടുണ്ട്. NO കോണ്ടാക്റ്റിന് ഒരു NO കോണ്ടാക്റ്റ് ഔട്ടുണ്ട്, NC കോണ്ടാക്റ്റിന് ഒരു NC ഔട്ടുണ്ട്. NC ഔട്ടിൽ നിന്ന് ഓഫ് പുഷ് ബട്ടൺ, അതായത് NC പറഞ്ഞാൽ നോർമലി ക്ലോസ്ഡ് ആയിരിക്കും, അതിലൂടെ കറണ്ട് പാസ് ചെയ്ത്, അതായത് ഫേസ് ലൈൻ ഓൺ ബട്ടൻ്റെ NO ആയിരിക്കും സ്റ്റാർട്ട് ബട്ടൺ. അവിടെ NO ആയതുകൊണ്ട് നോർമലി ഓപ്പൺ ആയിരിക്കും. അത് സ്വിച്ച് പുഷ് ബട്ടൺ അമർത്തിയാൽ മാത്രമേ സപ്ലൈ അങ്ങോട്ട് പാസ് ചെയ്യുള്ളൂ. അതിൻ്റെ കണക്ഷൻ എടുത്ത് മെയിൻ കോണ്ടാക്ടറിൻ്റെ A1-ലോട്ട് കൊടുത്തിട്ടുണ്ട്. A1-ലോട്ട് കൊടുക്കുന്നതോടുകൂടി സ്റ്റാർട്ട് പുഷ് ബട്ടൺ നിൽക്കുന്ന സമയത്ത് ന്യൂട്രൽ A2-ൽ വന്നതുകൊണ്ട് കോയിൽ എനർജൈസായി കോണ്ടാക്റ്റ് പിടിക്കുകയും അത് കൈ എടുക്കുമ്പോൾ ഉടൻ തന്നെ വിടുകയും ചെയ്യും. അപ്പോൾ കൈ ഓൺ ബട്ടൺ നെക്കി പിടിച്ചാൽ മാത്രമേ കോണ്ടാക്ടർ ഓൺ ആവുള്ളൂ. അതുകൊണ്ട് ഇതിനൊരു ഹോൾഡിംഗ് കണക്ഷൻ ആവശ്യമാണ്. ഹോൾഡിംഗ് കണക്ഷൻ എങ്ങനെ കൊടുക്കാമെന്ന് വെച്ചാൽ, ഓഫ് പുഷ് ബട്ടൻ്റെയും ഓൺ പുഷ് ബട്ടൻ്റെയും ഇടയിൽ നിന്ന് ഒരു ഫേസ് കൊണ്ടുപോയി NO NC, അതായത് കോണ്ടാക്ടറിൽ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നോടെ ഔട്ട് എടുത്ത് A1-ലോട്ടാണ് ഇനി പോകാനുള്ളത്. ഇപ്പോൾ NO-യിലോട്ട് ഫേസ് എത്തിയിട്ടുണ്ട്, A1-ലോട്ട് കൊടുക്കാനുണ്ട്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും NO A1-ലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ A1-ൽ നിന്ന് ഒരു ഫേസ് എടുത്ത് ടൈമറിൻ്റെ A1-ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി ടൈമർ ഓൺ ആവും. A2-ൽ ന്യൂട്രൽ വന്നെത്തിയത് കൊണ്ട് A1-ലോട്ട് ഫേസ് എത്തിയതോടുകൂടി ടൈമർ ഓൺ ആവും. ടൈമർ ഓൺ ആയിക്കഴിഞ്ഞാൽ ടൈമറിൻ്റെ 15ാമത്തെ പോളിലോട്ടൊരു ഫേസ് കൊടുത്താൽ 16-ലൂടെ അത് ഡെൽറ്റ കോണ്ടാക്ടറിൻ്റെ NO-യിലോട്ടും NC-യിലോട്ടും ഒരു ഫേസ് എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടുകൂടി ടൈമർ ഒരു നിശ്ചിത സമയത്തിന് ശേഷം 15ാമത്തെ ഫേസിനെ 16-ൽ നിന്ന് കട്ട് ഓഫ് ചെയ്ത് 18-ലോട്ട് മാറ്റും. അതോടുകൂടി പിന്നെ സ്റ്റാർ കോണ്ടാക്ടറിൽ നിന്ന് ഡെൽറ്റ കോണ്ടാക്ടറിലോട്ട് കണക്ഷൻ മാറും. ഡെൽറ്റ കോണ്ടാക്ടർ ഇപ്പോൾ ഓഫായി കിടക്കുകയാണ്. ഓഫായി കിടക്കുന്ന സമയത്ത് NC-യിലൂടെ കോണ്ടാക്റ്റ് കടന്നു പോയിട്ട് സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ A1-ലോട്ട് കണക്ഷൻ എത്തും. ഓഫായി കിടക്കുന്ന സമയത്ത് ഡെൽറ്റ കോണ്ടാക്ടറിൻ്റെത് NC ആയതുകൊണ്ട് അതിലൂടെ NC-യിലൂടെ സപ്ലൈ പാസ് ചെയ്ത് കോണ്ടാക്ടർ സ്റ്റാറിൻ്റെ എനർജൈസ് ചെയ്യും. അതായത് ഒരു 10 സെക്കൻഡ് ആണ് ടൈം കൊടുത്തതെങ്കിൽ 10 സെക്കൻഡ് നേരം സ്റ്റാർ കോണ്ടാക്റ്റ് എനർജൈസ് ചെയ്ത് പിടിച്ചതിന് ശേഷം അത് ടൈമർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ടൈമർ 18ാമത്തെ ഫേസിലോട്ട് കണക്ഷൻ മാറ്റും. ഇപ്പോൾ ഈ റോസ് കളറുള്ളത് 18ാമത്തെ കോണ്ടാക്റ്റിൽ നിന്ന് എന്ത് ചെയ്തു വെച്ചാൽ സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ NO NC-ലോട്ട് ഒരു ഫേസ് കൊടുത്തു. അത് ഫേസ് NC വഴി
അതായത് സ്റ്റാർ കോണ്ടാക്ടർ ആദ്യം വർക്ക് ചെയ്ത് 10 സെക്കൻഡിന് ശേഷം അത് ഓഫായി കഴിഞ്ഞാൽ വീണ്ടും അത് NC ആകും. NC ആയി കഴിഞ്ഞാൽ നോർമൽ ക്ലോസ്ഡ്, അതിലൂടെ സപ്ലൈ പാസ് ചെയ്ത് ഡെൽറ്റ കണക്ഷനെ A1 ആക്കും. അപ്പോൾ ഇതിൽ ഒരു ഇൻ്റർലോക്കിംഗ് മെത്തേഡാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇൻ്റർലോക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒരു കോണ്ടാക്ടർ ഓൺ ആകുമ്പോൾ മറ്റേ കോണ്ടാക്ടർ ഓൺ ആവില്ല, ഒരു കോണ്ടാക്ടർ വർക്ക് ചെയ്യുമ്പോൾ മറ്റേ കോണ്ടാക്ടർ വർക്ക് ചെയ്യില്ല, മറ്റേ കോണ്ടാക്ടർ വർക്ക് ചെയ്യുമ്പോൾ മറ്റൊരു കോണ്ടാക്ടർ വർക്ക് ചെയ്യില്ല, അങ്ങനെ മാറി കളിക്കും. അപ്പോൾ നിശ്ചിത സമയത്തിന് ശേഷം മാറ്റിയ കോണ്ടാക്ടറാണ് ഡെൽറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം മെയിൻ കോണ്ടാക്ടറും ഡെൽറ്റ കോണ്ടാക്ടറും MPCB OLR ടൈമർ, ഇത് മൂന്നുമാണ് പിന്നീട് പ്രവർത്തിക്കുക. ഇനി ഇതിൽ 3 ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ചുവപ്പ്, 2 പച്ച, 3 മഞ്ഞ. ചുവപ്പ് ഓൺ ആയതിനെയും പച്ച ഓഫ് ആയതിനെയും യെല്ലോ ട്രിപ്പായതിനെ, അതായത് OLR ട്രിപ്പായതിനെയും സൂചിപ്പിക്കുന്നു. അതായത് ഓവർലോഡ് റിലേ ട്രിപ്പായതിന് ശേഷം NO എന്ത് ചെയ്യും, NC ആവുകയും NC NO ആവുകയും ചെയ്യും. അതോടുകൂടി ഓവർലോഡ് റിലേയിലെ NO NC, അതായത് നീല, അതായത് നല്ല ഷാർപ്പ് നല്ല കട്ടിയുള്ള നീലമുള്ള ലൈന് അവരുടെ ട്രിപ്പായാൽ NC ആകും. അപ്പോൾ ആ ഫേസ് അതിലൂടെ കയറി ചെന്ന് യെല്ലോ ഇൻഡിക്കേഷൻ തെളിയുന്നതാണ്. ഇനി ഡെൽറ്റ കണക്ഷൻ ഓൺ ആയിക്കഴിഞ്ഞാൽ, അതായത് ഡെൽറ്റ കണക്ഷൻ അല്ല, മെയിൻ കോണ്ടാക്ടർ ഓൺ ആയിക്കഴിഞ്ഞതോടുകൂടി ചുവപ്പ് ഇൻഡിക്കേറ്റർ തെളിയുന്നതാണ്. അത് A1-ൽ നിന്ന് ഉള്ള ഫേസാണ് ചുവപ്പിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ കൊടുത്തിരിക്കുന്നത് ഒരു ഇളം നീലയാണ്. ഇളം നീല NOയിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മെയിൻ കോണ്ടാക്ടർ ഓൺ ആയി കഴിഞ്ഞാൽ അതായത് ഇളം നീല പച്ചയാണ് സൂചിപ്പിക്കുന്നത്. പച്ച പ്രകാശിക്കണമെങ്കിൽ ഇത് ഓഫ് കണ്ടീഷനിൽ നിൽക്കണം. അതായത് സ്റ്റാർട്ട് ചെയ്യാത്ത സമയത്ത് മെയിൻ കോണ്ടാക്ടറിൻ്റെ NC ലോഡ് കണക്റ്റഡ് ആയിരിക്കും ഫേസുമായിട്ട്. അതായത് നീലല്ല പച്ച ഇൻഡിക്കേറ്റർ കത്തിക്കൊണ്ടിരിക്കുന്നതാണ്.